ക്രൈസ്തവ ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും? അതിനുവേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കം, ആ നീക്കത്തെ തടയുന്ന ഒരു പ്രസ്താവനയാണ് എന്റേത്. അത് മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക്. ആ പ്രസ്താവന നന്നായിട്ട് അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം 2 ദിവസമായി കേന്ദ്രമന്ത്രി, സാധാരണ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവനയൊക്കെ ഇറക്കാവും, ഒന്നിൽ കൂടുതൽ പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല. 2 ദിവസമായി അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്ത്രം കേരളത്തിൽ പൊളിഞ്ഞ ഒരു അധ്യായമായി മാറി എന്ന ഒരു ധാരണ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി അത് കുറെ കൂടി കൊള്ളും. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ കള്ളത്തരം പ്രചരിപ്പിച്ച് തങ്ങൾക്കൊപ്പം അടുപ്പിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അധികാര രാഷ്ട്രീയം കൈയാളാം എന്ന ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതി കേരളത്തിൽ ഇവർ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി ചില നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണമെന്ന അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവരവരുടെ പ്രയാസവും വേദനയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിലൊന്നും ഒരു വേദനയും പ്രയാസവും വേണ്ട. നമ്മൾ തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയണം. അത്തരം കാര്യങ്ങൾ ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായി പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാനായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ബാബ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കണ്ടു. അദ്ദേഹമാണ് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളല്ലാതെ സഹകരിക്കില്ല. അവരെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സഹകരിക്കുകയും വേണം. ഞാൻ നിമിത്തമാരും സഹകരിക്കാതിരിക്കണ്ട. ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലിമീസ് തിരുമേനി പറഞ്ഞതിന്റെ ഭാഗമായി ഈ വീഞ്ഞും നമ്മുടെ കേക്കിന്റെ ഭാഗം ഞാൻ പിൻവലിച്ചു. ആ രണ്ടാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല, അത് ഉറച്ചു നിൽക്കുന്നു. അതിനെപ്പറ്റി നല്ല ചർച്ച നടക്കണം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ പ്രശ്നത്തെ ചില മാധ്യമങ്ങൾ, ചുരുക്കമാധ്യമങ്ങൾ ഇതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായി കാണാതെ എന്നെ വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളും ഇന്നലത്തെ ചില മാധ്യമങ്ങൾ സ്വീകരിച്ചതായി കണ്ടു. അത് കുറച്ച് നാളായി ചില മാധ്യമങ്ങൾ അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനൊരു മാധ്യമത്തിനും എതിരല്ല, അത് ശരിയായ രീതിയല്ല. ഞാൻ ഇതിനിടയ്ക്ക് നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ച് ഇക്കിളിപ്പെടുത്തേണ്ട കാര്യമില്ല. അത് ഞാൻ പറയുന്നതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വികാരമുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സംഗതി കാണും. അത് നിങ്ങൾക്ക് കാലം കഴിയുമ്പോൾ മനസ്സിലായിക്കോളും. ഞാൻ അറിവില്ലാതെ പറയുന്ന കാര്യമൊന്നുമല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അറിയാതെ പറയുന്ന കാര്യം എനിക്ക് മാനങ്ങൾ ഉണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ചില മാധ്യമങ്ങൾ വ്യക്തിപരമായി ഏതോ വിരോധം തീർക്കുന്ന രൂപത്തിൽ വൈകിട്ടത്തെ ചർച്ചയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന 3-4 പേരെയൊക്കെ വിളിച്ചിരുത്തി പേഴ്സണലായിട്ട് ആക്രമിക്കുന്ന രീതി അവസാനിപ്പിക്കണം. ഇതാണ് ഈ കാര്യത്തെ സംബന്ധിച്ച് എന്റെ നിലപാട്. BJPയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായി എന്ത് നഷ്ടപ്പെട്ടാലും മരിക്കുന്നവരെ പോരാടും. ആ രാഷ്ട്രീയമാണ് സജി ചെറിയാന്റെ രാഷ്ട്രീയമെന്ന് നിസ്സംശയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഒരു വെള്ളവും ചേർക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അതിന്റെ കൂടെ ചേരാനോ വെള്ളം ചേർക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കെതിരായിട്ടുള്ള നിലപാടാണ് എന്റെ രാഷ്ട്രീയ നിലപാട്. അതാണ് എന്റെ പദങ്ങളിലൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു പദം പ്രയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് അതിൻ്റെതായ അർത്ഥതലങ്ങളിലേക്ക് പോകുമല്ലോ. ഇവിടെ ഈ ഒരു പദമാണല്ലോ നിങ്ങൾക്കെല്ലാം ഈ വിഷയം ചർച്ച ചെയ്യാൻ വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളെല്ലാം ചർച്ച ചെയ്തത്. ആ പദത്തിൽ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പ്രയാസമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരെയും അവമാനിക്കാനല്ല. ഒരു പുരോഹിത ശ്രേഷ്ഠയെ ഞാൻ ഒരു മതത്തിന്റെ നേതാക്കന്മാരെ ഞാൻ അവമാനിച്ചിട്ടില്ല, അവമാനിക്കത്തുമില്ല. അവരുടെ എല്ലാ നന്മയേറിയ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നതാണ് ഞാൻ. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണം. ആ നിലപാടിൽ തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. നിങ്ങളോട് പറയാനാണ് ഈ യോഗം വിളിച്ചത്. കേക്കും വൈനും എന്ന് പറയുന്ന പരാമർശം പിൻവലിക്കുകയും അതിനോടൊപ്പം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പദമാണ് സഭാമേധക്ഷന്മാരുടെ കാര്യം പറയുമ്പോൾ അവർക്ക് രോമാഞ്ചം ഉണ്ടായിരിക്കും. അതെ, ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഈ പറഞ്ഞതൊന്നും തെറ്റല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്മസിന് ക്രൈസ്തവര് എല്ലാ വീടുകളിലും വീഞ്ഞും ഈ പറയുന്ന മുന്തിരി കൊണ്ടുള്ള വീഞ്ഞും ഈ പറയുന്ന കേക്കും കൊടുക്കും. ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്രായം പോലെ എൻ്റെ വീട്ടിൽ ആര് വന്നാലും ഒരു ഇച്ചിരി പീസ് കേക്ക് കൊടുക്കും, ഇച്ചിരി വീഞ്ഞും കൊടുക്കും. അതൊരു ഞങ്ങളുടെ ഈ ക്രൈസ്തവ വീടുകളിലെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ അവർ പോയതിനെ ഞാൻ എതിർക്കുന്നില്ല, അത് അവരുടെ ഇഷ്ടം. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അത് വേണേൽ പോവാം. ഞാൻ പറഞ്ഞ പ്രശ്നം എന്താണ്, അവിടെ പോയപ്പോൾ അവിടെ നടത്തിയ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചല്ലോ. വിശദീകരിച്ച കൂട്ടത്തിൽ ഈ കേക്കും വൈനും നമ്മൾ അവർ തന്നത് കഴിച്ചു പോയല്ലോ. ആ കഴിച്ചപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം മറന്നുപോയി. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അപ്പോൾ ആ പറഞ്ഞ ഭാഗമാണല്ലോ ഈ കെ വൈനെ രോമാഞ്ചി, ഇത് മൂന്നാണല്ലോ പ്രശ്നം വന്നത്. അത് ഞാനങ്ങ് പിൻവലിച്ചു. ആ രണ്ടാമത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗത്ത് ഞാൻ കുറച്ച് നിൽക്കുക. അതിനെപ്പറ്റി ഇനി കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ വിശദീകരണം തരാം. ഇപ്പം ഞാനത് പറയുന്നില്ല. എൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. ആ രാഷ്ട്രീയ നിലപാട് സംഘപരിവാർ രാഷ്ട്രീയത്തിനോടൊപ്പമല്ല. ഈ രാജ്യത്ത് ഭൂരിപക്ഷ ജനങ്ങളും ന്യൂനപക്ഷ ജനങ്ങളും ഏകോദര സൗഹൃദങ്ങളൊപ്പം ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ പഠിച്ച അധ്യായമാണ്. ഞാൻ 13ാമത്തെ വയസ്സിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചത്. എനിക്ക് എന്ത് നഷ്ടപ്പെടും എന്നതിനെ കുറിച്ച് ഒരു വ്യാകുലത എനിക്കില്ല, അത് പറഞ്ഞേക്കാം. എനിക്ക് നാളെ എന്ത് സംഭവിക്കും, എന്ത് നഷ്ടപ്പെടും എന്ന് ആലോചിച്ചിട്ടല്ല ഞാൻ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ പലപ്പോഴും പലർക്കും പ്രയാസം ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത്. ശരിയായിരിക്കാം, അത് ഞാൻ നോക്കാം. പക്ഷെ എനിക്ക് നാളെ എന്ത് സംഭവിക്കുന്നതനുസരിച്ചല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പൊതുപ്രവർത്തനം. അത് സംബന്ധിച്ച് എൻ്റെ നഷ്ടങ്ങളെക്കാൾ പ്രധാനം എൻ്റെ രാജ്യത്തിൻ്റെ നഷ്ടങ്ങളാണ്. അതനുസരിച്ച് ഞാൻ നിലപാടുകൾ പറയും. ആ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത്. അതിന് ഇത്രയും ഒരു വേദനിപ്പിക്കേണ്ട ഒരു അഭിപ്രായം അതിനകത്ത് ഞാൻ കാണുന്നില്ല. എന്നാൽ അവർ പറഞ്ഞ കാര്യത്തിൽ ഈ പറഞ്ഞ അവരെ ഞാൻ അപമാനിച്ചു എന്ന് പറയുന്ന ഭാഗം അവർക്ക് വിഷമം വന്നിട്ടുണ്ട്. ഞാനത് പിൻവലിക്കും, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ പറഞ്ഞു, അങ്ങയുടെ പ്രസ്താവന വെച്ച് കോൺഗ്രസും BJP-യും മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ പ്രസ്താവന ഭാഗികമായി പിൻവലിച്ചുകൊണ്ട് ഈ പ്രശ്നം ഭാഗികമായി ഞാൻ പിൻവലിച്ചില്ല. ആരും പറഞ്ഞു പിൻവലിച്ചു? അതിൽ പിൻവലിച്ച് അവർക്ക് പ്രയാസം ഉണ്ടായി എന്ന് അവർ വ്യക്തിപരമായി എന്നോട് പറഞ്ഞ ഭാഗമാണ് ഈ പറഞ്ഞ ഈ കേക്കും വൈൻ്റെ ഭാഗം. അത് അവർക്ക് പ്രയാസം ഉണ്ടാകേണ്ട കാര്യമില്ല. അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനത് പിൻവലിക്കുന്ന പറഞ്ഞുള്ളൂ, അല്ല ഞാൻ എൻ്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല. ഈ ഒരു വിഷയം ക്രൈസ്തവ സഭ, കേരളത്തിലെ ക്രൈസ്തവ സഭ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭയും പ്രധാനമന്ത്രിയുടെ അടുത്ത് ഉൾപ്പെടെ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തുന്നതാണ്, മണിപ്പൂർ വിഷയം ശ്രദ്ധപ്പെടുത്തുന്നതാണ്, അതിന് മറുപടി ലഭിച്ചിട്ടുള്ളതാണ്. പലവട്ടം ഔദ്യോഗികമായിട്ടും അനൌദ്യോഗികമായിട്ടും പരസ്യമായിട്ടും എല്ലാം രേഖാമൂലം ഉൾപ്പെടെ കത്തോലിക്ക സഭ കേന്ദ്ര സർക്കാർ അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ അതിനു ഉന്നയിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. കേരളത്തിലെ എല്ലാ സഭകളും ഇന്ത്യയിലെ എല്ലാ സഭകളും ഈ പ്രശ്നം ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി സന്ദർശിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു പറഞ്ഞു. ഇത് നടന്നില്ല, അത് വേറെ കാര്യം. അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ക്രിസ്മസിന് നടത്തിയ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഈ പരാമർശം നടത്താൻ പറ്റുമായിരുന്നു. കാരണം പ്രധാനമന്ത്രിയുമായി ഫേസ് ടു ഫേസ് നമ്മൾ സംസാരിക്കുന്ന നല്ലൊരു വേദി, ആ വേദി അത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ആരെയും പ്രയാസപ്പെടുത്താൻ, അത് പറയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ നിലപാട്. അത് പറയേണ്ടതല്ല എന്ന് അവർ പറഞ്ഞാൽ ഞാൻ ആ കാര്യം അന്നേരം ആലോചിക്കാം. അവരതിന് മുമ്പ് പറഞ്ഞില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷം 2.5% വരുന്ന ന്യൂനപക്ഷ ശക്തി കുറവാണ്. അവർക്ക് പറയുന്ന ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവർ പറയേണ്ട ഒരു കാര്യം പറയാൻ കഴിയുന്ന നല്ലൊരു സന്ദർഭത്തിൽ പറഞ്ഞില്ല. അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നേനെ. നമുക്ക് ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടായേനെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുമ്പിൽ അവിടെ പോയ ബഹുമാന്യായ പുരോഹിത ശ്രേഷ്ഠത അവതരിപ്പിച്ചു, ബിഷപ്സ് ഇത് പറഞ്ഞു എന്നൊരു ആത്മവിശ്വാസം കിട്ടിയേനെ. അത് കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഉത്തരവാദിത്തപ്പെട്ട സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകളുണ്ട്. ഇന്ത്യയിലെ കേരളത്തിലെ ക്രൈസ്തവ സഭയുടെ CBCക്കാണ്, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ. അതിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മെത്രാന്മാര് പ്രധാനമന്ത്രി നേരിൽ കണ്ട് ഈ കാര്യം മാസങ്ങൾ അവതരിപ്പിച്ചുള്ളതാണ്. ഉത്തരവാദിത്തം ഈ യോഗത്തിൽ പോയിട്ടുള്ളത് കേക്ക് അവരെല്ലാം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട സന്ദർഭത്തിൽ നടത്തിയ ഈ പറഞ്ഞ യോഗത്തിൽ ഉന്നയിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു. അതിൽ പോയ ബിഷപ്പുമാർ ആരും മോശമല്ല. ഒരു മിനിറ്റ് ഞാൻ പറയാം. അതിൽ പോയ ബിഷപ്സ് കത്തോലിക്ക കർദിനാൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട്, ബിഷപ്സ് പങ്കെടുത്തിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട പരിതപഞ്ചരായ നേതാക്കന്മാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പങ്കെടുത്തവർ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ വേദനയും പ്രയാസവും ഇങ്ങനെയൊക്കെ ഉണ്ട്, ഈ 750ഓളം ആക്രമണങ്ങൾ കഴിഞ്ഞ ഒരു വർഷം ഇന്ത്യ നടന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു എന്ന് ഒരു മതേതരവാദിയായി ഞാൻ ഉന്നയിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ മോശപ്പെടുത്താനല്ല, ലാഭം അങ്ങനെ കണ്ടാൽ മതി. അപ്പൊ ആ പറഞ്ഞ കൂട്ടത്തിൽ എന്റെ വാക്കാണല്ലോ അവർക്ക് പ്രയാസം എന്ന് പറയുന്നത്. ആ പ്രയാസം വന്ന ഭാഗത്തെ പറ്റി ഞാൻ പറഞ്ഞുള്ളൂ. സാംസ്കാരിക വകുപ്പ് പോലെ പ്രധാനപ്പെട്ട വകുപ്പിൽ ചുമതല വഹിക്കുന്ന ആളുകളൊന്നും ഉപയോഗിക്കാവുന്ന പ്രതീക്ഷിക്കുന്ന പ്രയോഗമല്ല ഇത്. ബിഷപ്പുമാർക്ക് രോമാഞ്ചമുണ്ടായിരുന്നു പോലുള്ള പ്രയോഗങ്ങൾ, അത്ര പ്രയോഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ വ്യഥയാണ്. അതെ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അവർക്ക് പ്രയാസകരമായ പദമാണ്. ഞാനത് പിൻവലിച്ചു. ആ പദത്തെ സംബന്ധിച്ചാണ് തർക്കം. അത് അവർക്കത് പ്രയാസം ഉണ്ടായി, ആയിക്കോട്ടെ, അതവർ പറഞ്ഞപ്പോൾ ഞാൻ പിൻവലിക്കുന്നു. അതുകൊണ്ട് എന്റെ നിലപാടിൽ ഞാൻ പിൻവലിക്കേണ്ട കാര്യമില്ല. ആ അഭിപ്രായം ഞാൻ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ഇല്ല, ഞാൻ എൻ്റെ അടുക്കല്ല ആരും നിർദ്ദേശിച്ചിട്ടില്ല. എൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ ഞാൻ പറയുന്നു.
ഞാനൊരു നിലപാടിൽ നിന്നും എൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഞാൻ മാറുന്നില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു. അതിനെ ഒരു വേറൊരു സ്വഭാവത്തിലേക്ക് കാണേണ്ടതില്ല. എൻ്റെ നിലപാട് അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം അവർക്ക് പ്രയാസപ്പെട്ട പല കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ ആ ഭാഗം ഞാൻ മാറ്റും. അത്രേ ഉള്ളൂ. പ്രധാനമന്ത്രി നടത്തിയ പാർട്ടിയും അതുപോലെ BJP കേരളത്തിൽ നടത്തുന്ന സ്നേഹയാത്ര എന്ന് പറയുന്ന പരിപാടി ആരും ശ്രദ്ധിക്കാതെ പോവുകയായിരുന്നു. അന്നും പിന്നെ ശ്രീ KT ജലീലും ബിനോയ് വിശ്വം നിങ്ങൾ 3 പേരുടെ പ്രസ്താവനയിലൂടെയാണ് ഇത് വലിയ ആരാ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലെന്ന്? നിങ്ങൾ ആരാ പറഞ്ഞ് ശ്രദ്ധിച്ചില്ലെന്ന്? നിങ്ങൾ കേക്ക് ഒരു 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 നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ സെക്രട്ടറി അച്ഛൻ അടക്കം BJPയിലേക്ക് പോയ വാർത്ത നിങ്ങൾ വായിച്ചില്ലേ? ഇത് ശ്രദ്ധിച്ചില്ല? നിങ്ങളോട് ആരാ പറഞ്ഞ്? കേരളത്തിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ ഒരു കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ടൊന്നും ഭയപ്പെടുകയില്ല. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളൊന്നും അവരുടെ പോകത്തില്ല, അങ്ങനൊന്നും പോകത്തുമില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളെ ഒരു ഭാഗത്ത് ആക്രമിക്കുകയും മറുഭാഗത്ത് അവർക്ക് കൈക്ക് മേടിച്ച് കൊടുക്കുകയും ചെയ്യുന്ന സമീപനത്തെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് എൻ്റെ വസ്തുത. കേരളത്തിലെ വീടുകളെല്ലാം കൈക്കൊണ്ട് കൊടുക്കുകയല്ലേ? ഇത് പ്രധാനമന്ത്രി യോഗത്തിൽ സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പറഞ്ഞതിന്റെ രീതി അതാണ്. അങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താ? അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു ധാർമ്മികത പ്രശ്നമാണ്. എന്നെ ആയുധമെടുത്ത് ആക്രമിച്ചതിന് ശേഷം എന്നെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വരുന്നതിന്റെ കാര്യം എന്താ? ഈ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുത്തോണ്ട് ന്യൂനപക്ഷങ്ങളെ അണിനിരത്തുന്ന അത് രാഷ്ട്രീയമാണ്. അതേസമയത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് വേറൊരു സ്വഭാവത്തിൽ അവരെ സ്വീകരിക്കുക, അത് പല രീതിയിലുണ്ടെന്നുള്ളതാണ്. അതാ പിന്നീട് പറയാമെന്ന് പറഞ്ഞു. ഇതിവിടെ അവസാനിച്ചു പോകട്ടെ, എല്ലാ ബാക്കാരും പിന്നെ നമുക്ക് പറയാമല്ലോ ഏതൊക്കെ തരത്തിലാണ് ഈ സ്വാധീനം വരുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ നിലയിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു നിലപാട് ഇടപെടിയിൽ വരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ അങ്ങനെ ഇടപെടിയിൽ വരുന്നു എന്നത് തുറന്നു പറയേണ്ടത് ഇന്നത്തെ അവസ്ഥയിൽ നാടിൽ ആവശ്യമാണ്.